طلبتي الأعزاء السلام عليكم ورحمة الله مرحبا أهلا وسهلا إلى صف جديد. പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം യൂണിറ്റ് 3 തുടങ്ങി വച്ചത്. അതിൽ നാം റിസാലത്തും അതിൻ്റെ അജ്സാവുകളും അഥവാ ഖത്തും അതിൻ്റെ ഭാഗങ്ങളും വേർതിരിക്കാൻ പഠിച്ചു. അപ്രകാരം ചില റസായില ഖസ്വീറ SMS-കളുടെ മാതൃകയും നാം മനസ്സിലാക്കി. ഇത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ശരി, ഇന്ന് നമുക്ക് ആ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കൂ. അൽ ഖറിയത്തുൽ അതിറ ഫി തമാമി സാഅത്തി സാബിയത്തി സ്വബാഹ യോമിൽ അഹദ് ബി താരീഖി 13/10/2014 മീലാദിയ. ഖറജ്ന മിനൽ മദ്രസത്തി മഅൽ മുദർരിസീൻ وصلت الحافلة إلى بوابة القرية سمعنا شقشقة العصافير كأنها ترحب بنا إلى القرية. تعرفنا برجل مسن قضى عمره بين البذور والحقول كلامه حلو لين. نعم انظر. നോക്കൂ. നഖറഉ വനഫമു, നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. അൽ ഖറിയത്തുൽ അതിറ. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്രാമം എന്നാണ്. ഗ്രാമം. അതിറത്ത് എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തുന്നത്, സുഗന്ധമുള്ളത് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അൽ ഖറിയത്തുൽ അതിറ, സുഗന്ധമുള്ള ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായ ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഖറിയത്തുൽ അതിറ, സുന്ദരമായ ഗ്രാമം, സുഗന്ധപൂരിതമായ ഗ്രാമം. ഫി തമാമി സാഅത്തി സാബിയത്തി സ്വബാഹ യോമിൽ അഹദി ബി താരീഖി 13/10/2014 മീലാദിയ എന്ന് പറഞ്ഞാൽ 13/10/2014 തീയതി ഞായറാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക്. ഫി തമാമി സാഅത്തി സാബിയ എന്ന് പറഞ്ഞാൽ കൃത്യം 7 മണിക്ക്. സ്വബാഹ എന്ന് പറഞ്ഞാൽ AM, രാവിലെ. യോമുൽ അഹദ്, സൺഡേ. ബി താരീഖി 13/10/2014 മീലാദിയ. അപ്പോൾ 2014 10ാമത്തെ മാസം 13-ാം തീയതി ഞായറാഴ്ച കൃത്യം 7 മണിക്ക് എന്തായി? ഖറജ്ന മിനൽ മദ്രസത്തി, ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു. മഅൽ മുദർരിസീൻ, ആരുടെ കൂടെ? അധ്യാപകരോട് കൂടെ. നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ആ കുട്ടി ഒരു പഠനയാത്ര പോകുന്നതിനെ സംബന്ധിച്ച് ഉപ്പ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ആ യാത്രയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഖറജ്ന മിനൽ മദ്രസത്തി, ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു. മഅൽ മുദർരിസീൻ, ടീച്ചേഴ്സിൻ്റെ കൂടെ. വസ്വലത്തിൽ ഹാഫിലത്തു ഇല ബവ്വാബത്തിൽ ഖറിയ, അങ്ങനെ ബസ് ഗ്രാമത്തിൻ്റെ ബവ്വാബത്ത്. ബവ്വാബത്തിൻ്റെ അർത്ഥം ഗേറ്റ് എന്നാണ്, കവാടം. ബസ് ഗ്രാമത്തിൻ്റെ കവാടത്തിങ്കൽ വസ്വലത്ത് എത്തിച്ചേർന്നു. അപ്പോഴോ സമിഅന ഷഖ്ഷഖത്തുൽ അസ്വാഫീരി, അപ്പോൾ ഞങ്ങൾ കുയിലുകളുടെ, ഉസ്ഫൂറിൻ്റെ ജമ്മാണ് അസ്വാഫീർ, കുയിൽ അല്ലെങ്കിൽ കുരുവി എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ആ കുരുവിയുടെ എന്താണ് ഷഖ്ഷഖത്ത് എന്ന് പറഞ്ഞാൽ നാദം, അതിൻ്റെ സൗണ്ടിനാണ് ഷഖ്ഷഖത്ത് എന്ന് പറയുക. ഷഖ്ഷഖത്തുൽ അസ്വാഫീർ, കുരുവിയുടെ അല്ലെങ്കിൽ കുയിൽ നാദം ഞങ്ങൾ കേട്ടു. ആ ശബ്ദം ഏതുപോലെയുണ്ട്? കഅന്നഹ തുറഹിബു ബിന ഇലൽ ഖറിയത്തി, അത് ഞങ്ങളെ ആ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലെ. തുറഹിബു എന്ന് പറഞ്ഞാൽ വെൽക്കം, സ്വാഗതം ചെയ്യുക. ബിന, ഞങ്ങളെ, ഇലൽ ഖറിയത്തി, ആ ഗ്രാമത്തിലേക്ക്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കവാടത്തിങ്കൽ എത്തിയപ്പോൾ ഞങ്ങളവിടെ കുരുവികളുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം ഞങ്ങളെ ആ ഗ്രാമത്തിലേക്ക് അവകൾ ക്ഷണിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ തഅറഫ്ന ബി റജുലിൽ മുസിന്നിൻ, അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വൃദ്ധനായ മനുഷ്യനെ പരിചയപ്പെട്ടു. തഅറഫ മാന പരിചയപ്പെട്ടു, റജുൽ മാൻ, മുസിന്ന് എന്ന് പറഞ്ഞാൽ വൃദ്ധൻ, വയസ്സായ ആൾ. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു വൃദ്ധനായ ഒരാളെ പരിചയപ്പെട്ടു. ഖളാ ഉംറുഹു, അദ്ദേഹം തൻ്റെ പ്രായം ചിലവഴിച്ചിരിക്കുന്നു. ഖളാ എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചു, ഉംർ എന്ന് പറഞ്ഞാൽ ഏജ്. ബൈനൽ ബുദൂരി, ബദറുൻ ജമ്പ് ബുദൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം വിത്തുകൾ എന്നാണ്. വിത്തുകൾക്കിടയിലും, വൽ ഹുഖൂലി, വയലുകൾക്കിടയിലും, പാടത്തിനിടയിലും. അപ്പോൾ ഒന്നിച്ച് പറഞ്ഞാൽ
വയലുകൾക്കും വിത്തുകൾക്കുമിടയിൽ അദ്ദേഹം തൻ്റെ പ്രായം ചിലവഴിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വൃദ്ധനായ മനുഷ്യനെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിതം ചിലവഴിച്ച ഒരു മനുഷ്യനെ ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടു. കലാമുഹു ഹുൽവുൻ, ആ മനുഷ്യൻ്റെ വാക്ക് കലാം എന്താണ്? ഹുൽവാണ്. ഹുൽവിൻ്റെ അർത്ഥം മാധുര്യമുള്ളതാണ്. ലയ്യനുൻ എന്ന് പറഞ്ഞാൽ മയമുള്ളതാണ്, നല്ല സോഫ്റ്റായ സംസാരമാണ്. ലയ്യൻ അർത്ഥം മയമുള്ള, സോഫ്റ്റ്. ഹുൽവ് എന്ന് പറഞ്ഞാൽ മധുരം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം നല്ല മധുരമുള്ളതും മയമുള്ളതുമായ സംസാരമാണ്. തജവ്വൽന മാഹു, അദ്ദേഹത്തോടു കൂടെ ഞങ്ങൾ ആ ഗ്രാമത്തിൽ, തജവ്വല അർത്ഥം കറങ്ങി ചുറ്റി നടന്നു. ഫിൽ കറിയത്തി ഗ്രാമത്തിൽ, ബി കുല്ലി ഹനായിൻ എല്ലാ സന്തോഷത്തോടെയും, ഹനാവ് സന്തോഷം, വ നഷാത്തുൻ നഷാത്തു ഉന്മേഷം. അപ്പോൾ സർവ്വവിധ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ആ ഗ്രാമത്തിലാകെ ചുറ്റി സഞ്ചരിച്ചു. സുമ്മ ജലസ്ന ഹൗലഹു, പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരുന്നു. ലിൽ ഇസ്തിറാഹത്തി, വിശ്രമിക്കാൻ, റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ആകെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം ഇരുന്നു. ഫതകല്ലംന മാഹു, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു. കസീറൻ, ധാരാളം സംസാരിച്ചു, ഒരുപാട് സംസാരിച്ചു. അനിൽ ഖറിയത്തി, ഗ്രാമത്തെ സംബന്ധിച്ചും, വൽ ഹയാത്തി ഫിഹ, അവിടുത്തെ ജീവിതത്തെപ്പറ്റിയും. ഹയാത്ത് ജീവിതം. അപ്പോൾ ഗ്രാമത്തിലെ ജീവിതത്തെ സംബന്ധിച്ചും അദ്ദേഹത്തോട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് വർത്തമാനം പറഞ്ഞു, ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഈ യാത്രയുടെ റിപ്പോർട്ടാണിത്. അത് തുടരുകയാണ്. ഇതിൻ്റെ നേരെ ഈ പേജിൽ ചില ചോദ്യങ്ങൾ കാണാം. നോക്കൂ. 1. മൻ യുറഹിബു ബിദ്ദാരിസീന ഇലൽ ഖറിയത്തി, ഗ്രാമത്തിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തത് ആരാണ്? അല്ലേ, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തു, ഇന്ന ഒരു സൗണ്ട് കേട്ടപ്പോൾ എന്ന് ഈ കുട്ടിയുടെ റിപ്പോർട്ടിൽ, പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഗ്രാമത്തിലേക്ക് ഈ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തത്? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. ആരാണ്? അസ്വാഫീർ, അല്ലെങ്കിൽ ഷഖത്തുൽ അസ്വാഫീർ. അതെ. 2ാമത്തെ ചോദ്യം, മൻ കാന ദാലിക്കൽ മുസിന്നു, ആ വൃദ്ധൻ ആരായിരുന്നു? എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ആ വൃദ്ധൻ? അല്ലേ, ഈ കുട്ടികൾ പരിചയപ്പെട്ടു ഒരു വൃദ്ധനെ, വയസ്സനെ എന്ന് പറഞ്ഞു. അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ മൻ ആരാന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് ഈ പേജിൽ നിന്ന് വായിച്ച് കണ്ടെത്താം. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അതെ, ഖലാ ഉംറുഹു ബൈനൽ ബുദൂരി വൽ ഹുഖൂലി. അല്ലേ, അതാണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പം മൻ കാന ദാലിക്കൽ മുസിന്നു, ഈ 2 ചോദ്യത്തിൻ്റെയും ആൻസർ നിങ്ങൾ എഴുതുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.